السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. अल्लाह ताला के फजल से അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അടുത്ത ജുമായോടുകൂടി ജമാഅത്ത് അഹ്മദിയ ബ്രിട്ടന്റെ ജൽസ സാലാന ആരംഭിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. ജൽസയുടെ തയ്യാറെടുപ്പിനായി ഏതാനും ആഴ്ചകളായി സന്നദ്ധ സേവകരായ ഉദ്യോഗസ്ഥർ ഹദീഖത്തുൽ മഹദിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഒരാഴ്ച 10 ദിവസമായി ഖുദ്ദാമുൽ അഹ്മദിയായും മറ്റുള്ള ഉദ്യോഗസ്ഥരും വളരെയധികം ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാട്ടിൽ ജൽസയുടെ പരിപാടികൾക്കായി എല്ലാ സംവിധാനവും ഒരുക്കുക എന്നത് ഒരു നിസ്സാര കാര്യമല്ല. എന്നാൽ നമ്മുടെ രാജ്യത്തിന്റെ ബ്രിട്ടന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ഖാദിമീങ്ങളും സന്നദ്ധ സേവകരും ഇത്രമാത്രം പ്രാവീണ്യത്തോടുകൂടി ഈ ജോലി ചെയ്യുന്നു. അതിനുള്ള ഉദാഹരണം നമുക്ക് ലോകത്തിലെ മറ്റൊരിടത്തും കാണാൻ സാധ്യമല്ല. ഒരു സംഘടനയിലും നമുക്കിത് കാണാൻ സാധ്യമല്ല. ഇതും അള്ളാഹുവിന്റെ അനുഗ്രഹത്താലുള്ള ആവേശമാണ്. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ബൈഅത്തിൽ വന്നതിനു ശേഷം അള്ളാഹു യുവാക്കളിലും പ്രവർത്തിക്കുന്നവരിലും ഇത് ജനിപ്പിക്കുന്നു. മഴയാണെങ്കിലും വെയിലാണെങ്കിലും ഈ യുവാക്കൾ ഈ കാര്യങ്ങളെയൊന്നും വിലവെക്കാതെ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാമിനാൽ സമാരംഭം കുറിക്കപ്പെട്ട ജൽസയ്ക്കു വേണ്ടി എല്ലായ്പ്പോഴും നിസ്വാർത്ഥരായി പ്രവർത്തിക്കുകയും തയ്യാറെടുപ്പ് നടത്തുകയും ചെയ്യുന്നു. പിന്നീട് ജൽസയുടെ ദിവസങ്ങളിൽ കൂടുതലായി ആയിരക്കണക്കിന് ഉദ്യോഗസ്ഥർ അതിഥികളെ സേവിക്കുന്നതിനും ജൽസയുടെ വ്യവസ്ഥിതിയെ നല്ല രീതിയിൽ നടത്തുന്നതിനു വേണ്ടി തങ്ങളുടെ സേവനം സമർപ്പിച്ചുകൊണ്ട് വരുന്നു. പിന്നീട് അതിനുശേഷം ഈ ജോലി ഒതുക്കി തീർക്കുന്നതിനായി എല്ലാ സാധനങ്ങളും സുരക്ഷിതമാക്കി വെക്കുന്നതിനു വേണ്ടി വീണ്ടും ഒരു ദീർഘകാലം ജോലി ചെയ്യേണ്ടതായി വരുന്നു. ഈ ജോലി ചെയ്യാനെത്തുന്നവരിൽ പുരുഷന്മാരുമുണ്ട്, സ്ത്രീകളും ഉണ്ട്, ആൺകുട്ടികളും ഉണ്ട്, പെൺകുട്ടികളും ഉണ്ട്, കുട്ടികളും വൃദ്ധന്മാരും ഉണ്ട്. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അതിഥികളെ സേവിക്കാനുള്ള ഈ അസാധാരണമായ ആവേശം
ഇത് നമുക്ക് ഹസ്രത്ത് മസീഹെ മൗദ് അലൈഹിസ്സലാത്തു വസ്സലാമിനാൽ സ്ഥാപിതമായ ജമാഅത്തിലൊഴികെ മറ്റെവിടെയും കാണാൻ സാധ്യമല്ല. ഈ പാശ്ചാത്യ രാജ്യങ്ങളിൽ ഇവിടെ ഭൗതികത സമ്പാദിക്കൽ, ഭൗതിക കാര്യങ്ങളിൽ അഭിരമിക്കൽ പൊതുവിൽ എല്ലാവരുടെയും ഒന്നാമത്തെ പ്രധാന കാര്യമാണ്. ഇല്ലാ മാഷാ അല്ലാ, ചിലരൊഴികെ. അവിടെ അഹ്മദി യുവാക്കൾ വിനയത്തോടുകൂടി സന്നദ്ധ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ഉദ്യോഗസ്ഥർക്ക് വേണ്ടി നാം തുടർച്ചയായി ദുആ ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളത് നമ്മുടെ നിർബന്ധ കടമയാണ്. അല്ലാഹു ഇവർക്ക് ഉന്നതമായ നിലയിൽ സേവനം ചെയ്യുന്നതിനുള്ള തൗഫീക്ക് നൽകുന്നതോടൊപ്പം അവരെ എല്ലായ്പ്പോഴും എല്ലാ ഷർറിൽ നിന്നും, പ്രയാസത്തിൽ നിന്നും, ബുദ്ധിമുട്ടിൽ നിന്നും അല്ലാഹു സുരക്ഷിതമാക്കി വെക്കട്ടെ. ഇനി ഞാൻ രീതി അനുസരിച്ച്, ഇത് വളരെ നിർബന്ധവുമാണ്, അതിഥി സൽക്കാരത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ ഉദ്യോഗസ്ഥർക്കായി പറയുന്നതായിരിക്കും. ഞാൻ പറഞ്ഞതുപോലെ ഇതിൽ യാതൊരു സംശയവും ഇല്ല, എല്ലാ ഉദ്യോഗസ്ഥരും അവരുടെ എല്ലാ പ്രയത്നത്താലും ശ്രദ്ധയാലും ഹസ്രത്ത് മസീഹെ മൗദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അതിഥികളെ സേവിക്കുന്നു. എന്നാൽ ചില പുതുതായി വരുന്നവരും ആദ്യമായി തങ്ങളുടെ സേവനം സമർപ്പിക്കുന്ന കുട്ടികളും അതുപോലെ പഴയ ഉദ്യോഗസ്ഥർക്ക് ഓർമ്മപ്പെടുത്തൽ എന്ന നിലക്കും അതിഥി സൽക്കാരത്തെക്കുറിച്ചുള്ള ഇസ്ലാമിക അധ്യാപനങ്ങളും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്തമമായ മാതൃകയും അദ്ദേഹത്തിന്റെ സത്യസന്ധനായ ദാസന്റെ സ്വന്തം പ്രവർത്തനവും അദ്ദേഹത്തിന്റെ ഉപദേശങ്ങളും നാം മുമ്പിൽ വെക്കേണ്ടതും ആവർത്തിക്കേണ്ടതും നിർബന്ധമാണ്. നാം അതിഥി സൽക്കാരത്തിന്റെ ഏറ്റവും ഉത്തമമായ നിലവാരം സ്ഥാപിക്കുന്നവരായിത്തീരുന്നതിനു വേണ്ടി അള്ളാഹു നമുക്ക് അതിഥി സൽക്കാരത്തിന്റെ പ്രാധാന്യം വിവരിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ ഹസ്രത്ത് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ അതിഥികളെ കുറിച്ച് പറയുന്നു. ഹസ്രത്ത് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ അടുത്ത് അതിഥികൾ വന്നപ്പോൾ ഒന്നാമത്തെ പെട്ടെന്നുള്ള പ്രതിപ്രവർത്തനം സ്വാഗതം പറയുകയും സമാധാനത്തിനുള്ള ദുആക്ക് ശേഷം അദ്ദേഹം കാണിച്ചത് ഇതായിരുന്നു: അവർക്ക് വേണ്ടി പെട്ടെന്ന് ഭക്ഷണം തയ്യാറാക്കി. അതുപോലെ ഹസ്രത്ത് ലൂത്തിന്റെ അതിഥികൾക്കായുള്ള അദ്ദേഹത്തിന്റെ വ്യാകുലതയെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. എന്റെ സമുദായത്തിലെ ആളുകൾ അവരെ ബുദ്ധിമുട്ടിക്കരുത്. അതിഥികളുടെ സുരക്ഷയുടെ ചിന്ത അദ്ദേഹത്തിനുണ്ടായി. അതിഥികളുടെ ബുദ്ധിമുട്ടിനെ കുറിച്ചുള്ള ചിന്ത ഉണ്ടായിരിക്കണം. അതിഥികളുടെ ബുദ്ധിമുട്ട് ആതിഥേയന്റെ നിന്ദ്യതക്കുള്ള കാരണമായിത്തീരുന്നു. ഈ പാഠവും ഇതിൽ നിന്ന് ലഭിക്കുന്നു. ഈ കാര്യം ഓർക്കേണ്ടതാണ്. അതിഥികളുടെ ബുദ്ധിമുട്ട് അവഗണിച്ച് തള്ളേണ്ട ഒരു നിസ്സാര കാര്യമല്ല. മറിച്ച് ഏതെങ്കിലും വിധത്തിൽ അതിഥിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഏൽക്കുകയാണെങ്കിൽ അത് ആതിഥേയനെ സംബന്ധിച്ച് ലജ്ജക്കും നിന്ദ്യതക്കും കാരണമാണ്. ഇസ്ലാം അതുകൊണ്ട് തന്നെ അതിഥികളെ ആദരിക്കുന്നതിനെക്കുറിച്ച് വളരെയധികം ഉപദേശിച്ചിരിക്കുന്നു. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അസാധാരണമായ മഹത്വം ഹസ്രത്ത് ഖദീജ റളിയല്ലാഹു തആല അൻഹയ്ക്ക് കാണാൻ സാധിച്ചത്. അതിനെക്കുറിച്ച് ഹസ്രത്ത് ഖദീജ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യത്തെ വഹയിന് ശേഷം അവിടുത്തെ വിഹ്വലത കണ്ട് അങ്ങയോട് പറഞ്ഞു, ഈ ശ്രേഷ്ഠതകളുള്ള ആളെ അള്ളാഹു പാഴാക്കിക്കളയുകയില്ല. അതിൽ ഒരു മഹത്വം ഇതും വിവരിച്ചു: അള്ളാഹു താങ്കളെ എങ്ങനെ പാഴാക്കാനാണ്? താങ്കളിൽ അതിഥി സൽക്കാരത്തിന്റെ ഗുണം പരമോന്നതിയിൽ എത്തിയിരിക്കുകയാണ്. പിന്നീട്
റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ 1, 2, 10 അല്ല, നൂറുകണക്കിന് എന്നല്ല അതിനേക്കാൾ കൂടുതൽ ഉദാഹരണങ്ങളുണ്ട്, സംഭവങ്ങളുണ്ട്. അത് അങ്ങയുടെ അതിഥികളെ ആദരിക്കുന്നതിന്റെയും അതിഥി സൽക്കാരത്തിന്റെയും ഉന്നതമായ നിലവാരത്തിലേക്ക് എത്തുന്നതാണ്. പിന്നീട് തന്റെ സഹാബാക്കൾക്കും തന്റെ ഉമ്മത്തിനും അവിടുന്ന് ഈ രീതി പഠിപ്പിച്ചു കൊടുക്കുകയുണ്ടായി. സഹാബാക്കളുടെയും അത്തരത്തിലുള്ള സംഭവങ്ങളുണ്ട്. അത് വായിക്കുമ്പോൾ അത്ഭുതം തോന്നുന്നു. എപ്രകാരമാണ് അസാധാരണമായ ത്യാഗം ചെയ്തുകൊണ്ട് അവർ അതിഥി സൽക്കാരം നടത്തിക്കൊണ്ടിരുന്നത്. പിന്നീട് അള്ളാഹുവും അവരുടെ അതിഥി സൽക്കാരത്തിൽ എപ്രകാരമാണ് അനുഗ്രഹം ചൊരിയുകയും തലോടുകയും ചെയ്തിരുന്നത്. കൂടുതൽ അതിഥികൾ വരുമ്പോൾ എല്ലാവർക്കും അല്പം അതിഥികളെ ഭാഗിച്ചു നൽകുക എന്നത് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതിയായിരുന്നു. തന്റെ ഭാഗത്തും അതിഥികളെ വെക്കുമായിരുന്നു. പിന്നീട് അവരുടെ അതിഥി സൽക്കാരവും നടത്തുമായിരുന്നു. അത്തരത്തിലുള്ള ഒരവസരത്തിൽ അവിടുന്ന് അതിഥികളെ നൽകിയതിനു ശേഷം കൂടുതൽ അതിഥികൾ വന്നതുകൊണ്ട് തന്റെ ഭാഗത്തും അതിഥികൾ ഉണ്ടായിരുന്നു. ഒരു സഹാബി ഹസ്രത്ത് അബ്ദുല്ല ബിൻ തൗഫ പറയുന്നു, ഞാൻ ഒരവസരത്തിൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാഗത്തിൽ ഉൾപ്പെട്ട അതിഥികളിൽപ്പെട്ട ആളായിരുന്നു. അവിടുന്ന് ഞങ്ങളെ തന്നോടൊപ്പം വീട്ടിലേക്ക് കൊണ്ടുപോയി. ഹസ്രത്ത് ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞു, വീട്ടിൽ ഭക്ഷണം വല്ലതും ഉണ്ടോ? അവർ പറഞ്ഞു, അല്പം ഹരീര ഉണ്ട്, അത് ഞാൻ താങ്കൾക്കായി വെച്ചതാണ്. അന്ന് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നോമ്പുമായിരുന്നു. അല്പം ഭക്ഷണം അത് അങ്ങേക്ക് നോമ്പ് തുറക്കുന്നതിന് വേണ്ടി വെച്ചതായിരുന്നു. ഏതായിരുന്നാലും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശമനുസരിച്ച് ഹസ്രത്ത് ആയിഷ അത് പാത്രത്തിലിട്ട് കൊണ്ടുവന്നു. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നിന്ന് അല്പം എടുത്തു, വായിൽ വെച്ചു, ഒന്ന് അല്പമോ കവിളെടുത്തു, അല്ലെങ്കിൽ അല്പം കഴിച്ചു. എന്നിട്ട് അതിഥികളോട് പറഞ്ഞു, ബിസ്മില്ലാ ചൊല്ലി കഴിക്കുക. പറയുന്നു, ഞങ്ങൾ അതിൽ നിന്ന് അതിനെ നോക്കുന്നില്ല എന്ന വിധത്തിൽ കഴിച്ചുകൊണ്ടിരുന്നു. എല്ലാവരും വയറ് നിറയെ കഴിച്ചു. പിന്നീട് അവിടുന്ന് ചോദിച്ചു, കുടിക്കാൻ വല്ലതുമുണ്ടോ? അപ്പോൾ കുടിക്കാനായി അല്പം പാനീയം കൊണ്ടുവന്നു. അവിടുന്ന് അതിൽ നിന്ന് അല്പം കുടിച്ചു. എന്നിട്ട് പറഞ്ഞു, ബിസ്മില്ലാ ചൊല്ലി കുടിക്കുക. പിന്നീട് ഞങ്ങൾ അതിൽ നിന്ന് കുടിച്ചു. അത് കാണുന്നില്ല എന്ന വിധത്തിൽ ഞങ്ങൾ അത് കുടിച്ചു. അങ്ങനെ ഞങ്ങളുടെ വയർ നല്ലവണ്ണം നിറഞ്ഞു. ഇതായിരുന്നു അങ്ങയുടെ അതിഥി സൽക്കാരം. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം അത് കഴിച്ചത് അല്ലെങ്കിൽ രുചിച്ചത് കഴിച്ചു എന്ന് പറയാൻ പാടുള്ളതല്ല. ദുആക്ക് വേണ്ടി വായിൽ വെച്ചതായിരിക്കും. അവിടുത്തെ ദുആയുടെ അനുഗ്രഹം കൊണ്ട് അത് എല്ലാവർക്കും പൂർത്തിയാകുന്നതിന് വേണ്ടി അത് പൂർത്തിയാവുകയും ചെയ്തു. അതുപോലെ ദുആ കൊണ്ട് ഭക്ഷണത്തിൽ അനുഗ്രഹം ഉണ്ടായ ഡസൻ കണക്കിന് സംഭവങ്ങൾ വേറെയും ഉണ്ട്. അവയിൽ നിന്ന് എപ്രകാരമാണ് അല്പം ഭക്ഷണം കൊണ്ട് ജനങ്ങളുടെ വയർ നിറഞ്ഞത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ചില സമയത്ത് അതിഥി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യവും സൃഷ്ടിക്കുന്നു. ആതിഥേയന്റെ സഹനത്തിന്റെ കോന്തല അഴിഞ്ഞു പോകുന്നു. അത്തരത്തിലുള്ള അവസ്ഥകൾ ഉണ്ടാകുന്നു. എന്നാൽ അത്തരം അവസ്ഥയിലും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എത്രമാത്രം അത്ഭുതകരവും മഹത്തരവുമായ മാതൃകയായിരുന്നു. ഒരാൾ രാത്രിയിൽ അതിഥിയായി നിൽക്കുന്നു. വയറ് ചീത്തയായതുകൊണ്ടോ ശത്രുത കൊണ്ട് കൽപ്പിച്ചുകൂട്ടിയോ കിടക്ക ചിത്തിയാക്കുന്നു. രാവിലെ എഴുന്നേറ്റ് പോകുന്നു. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ എന്തെങ്കിലും പറയുന്നതിനു പകരം, ആരോപണം ഉന്നയിക്കുന്നതിനു പകരം ഉടൻ തന്നെ അയാളുടെ കിടക്ക വൃത്തിയാക്കാൻ തുടങ്ങുന്നു. ചുരുക്കത്തിൽ എത്രത്തോളം അതിഥിയോടുള്ള കടമ നിറവേറ്റാൻ സാധിക്കുമോ അത് നമുക്ക് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയിൽ കാണാൻ സാധിക്കുന്നു, ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നു. അവിടുന്ന്
തന്റെ ഈ മാതൃക കാണിച്ചപ്പോൾ അതിന്റെ ഫലം സഹാബ റിദ്വാനുല്ലാഹി അലൈഹിമയുടെ ജീവിതത്തിലും നമുക്ക് അതിഥി സൽക്കാരത്തിനായുള്ള ത്യാഗത്തിന്റെ മാതൃക കാണാൻ സാധിക്കുന്നു. ആ സംഭവവും അതിന്റെ ഉദാഹരണം അതൊന്നു മാത്രമാണ്. അത് വായിക്കുമ്പോഴെല്ലാം ഒരു പുതിയ അനുഭൂതി ഉണ്ടാകുന്നു. ഒരു സഹാബി റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതിഥിക്ക് വേണ്ടി തന്റെ കുട്ടികളെ അതും ഇതും പറഞ്ഞ് പട്ടിണിക്കിട്ട് ഉറക്കുന്നു, സ്വയം പട്ടിണി കിടക്കുന്നു. എന്നാൽ അതിഥിക്ക് ഒരു വിധത്തിലുള്ള ചിന്തയും ഉണ്ടാക്കിയില്ല. ഒരു അൻസാരി പറയുന്നു, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അതിഥിയെ എന്നെ ഏൽപ്പിച്ചപ്പോൾ ഞാൻ വീട്ടിൽ വന്ന് ഭാര്യയോട് ചോദിച്ചു, ഭക്ഷണത്തിനായി വല്ലതും ഉണ്ടോ? അവൾ പറഞ്ഞു, അല്പം ഭക്ഷണം ഉണ്ട്, അത് കുട്ടികൾക്ക് വേണ്ടി വെച്ചതാണ്. രണ്ടുപേരും പരസ്പരം ആലോചിച്ചു, കുട്ടികളെ ഏതെങ്കിലും വിധത്തിൽ ഉറക്കാം, അതിഥിയുടെ മുന്നിൽ ഭക്ഷണം കൊണ്ടുവരികയും ഏതെങ്കിലും കാരണം പറഞ്ഞ് വിളക്ക് അണക്കുകയും ചെയ്യുക. അങ്ങനെ അതിഥിയുടെ മുന്നിൽ ഭക്ഷണം കൊണ്ടുവരപ്പെട്ടു. തന്റെ ചാദുർ ഇളക്കിക്കൊണ്ട് വീട്ടുകാരി വിളക്ക് അണച്ചു. പിന്നീട് ഈ തീരുമാനവും എടുത്തു, ഇരുട്ടിൽ നമ്മളും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ പ്രകടിപ്പിക്കണം. കാരണം അങ്ങനെ ചെയ്തില്ല എങ്കിൽ ഒരുപക്ഷെ അതിഥി കഴിക്കുന്നത് നിർത്തിയേക്കാം. അദ്ദേഹത്തിന് ശരിക്ക് കഴിക്കാൻ സാധിക്കുകയില്ല. കാരണം ഭക്ഷണം അല്പമാണുണ്ടായിരുന്നത്. ഏതായിരുന്നാലും ഈ ഉപായത്തിലൂടെ അവർ അതിഥിയെ ഭക്ഷണം കഴിപ്പിച്ചു. അതിഥി വയറു നിറയെ ഭക്ഷണം കഴിച്ചു. അടുത്ത ദിവസം ഈ അൻസാരി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമക്ഷത്തിൽ ഹാജരായപ്പോൾ അവിടുന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിന്റെ ഈ ഉപായത്തിലൂടെയുള്ള അതിഥിയെ ഭക്ഷണം കഴിപ്പിക്കൽ അള്ളാഹുവും അത് കണ്ട് ചിരിച്ചു. ഈ അതിഥി സൽക്കാരം അള്ളാഹുവിന് അത്രമാത്രം ഇഷ്ടപ്പെട്ടു. അവൻ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും അതിനെക്കുറിച്ച് അറിവ് നൽകി. ഈ സഹാബാക്കൾ തങ്ങളെക്കാൾ എന്നല്ല തങ്ങളുടെ കുട്ടികളെക്കാൾ അതിഥികൾക്ക് പ്രാധാന്യം നൽകുന്നവരായിരുന്നു. തീർച്ചയായും അത്തരം ആളുകൾ അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കി ഇരുലോകങ്ങളുടെയും അനുഗ്രഹങ്ങളുടെ അവകാശികളായി മാറുന്നു. ഈ ആവേശം സഹാബാക്കളിൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക കാരണമാണ് ഉണ്ടായത്. അവിടുത്തെ അധ്യാപനങ്ങൾ മുഖേനയാണ് ഉണ്ടായത്. ഒരു റിവായത്തിൽ വരുന്നു, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏതൊരാളാണോ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നത് അയാൾ നല്ല കാര്യം പറയുകയോ നിശബ്ദനായിരിക്കുകയോ ചെയ്യട്ടെ. ഏതൊരാളാണോ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നത് അയാൾ തന്റെ അയൽവാസിയെ ബഹുമാനിക്കട്ടെ. ഏതൊരാളാണോ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നത് അയാൾ തന്റെ അതിഥിയെ ബഹുമാനിക്കട്ടെ. ഇതാണ് ഒരു വിശ്വാസി ആകുന്നതിനുള്ള നിലവാരം. വിശ്വാസം പൂർണ്ണമാകുന്നതിലേക്ക് ചുവടുകൾ വെക്കുമ്പോൾ അള്ളാഹുവിന്റെ പ്രീതിയും കൂടെ ഉണ്ടാകും. അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാകുമ്പോഴായിരിക്കും ഇരുലോകത്തിലെയും അനുഗ്രഹങ്ങൾ കൊണ്ട് മനുഷ്യൻ അനുഗ്രഹീതനായി തീരുക. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിഥികളെ ഏൽപ്പിക്കുമ്പോൾ അതിഥികളോട് ചോദിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു, എപ്രകാരമാണ് നിങ്ങളുടെ അതിഥി സൽക്കാരം നടന്നത് എന്ന്. ഒരു റിവായത്തിൽ വരുന്നു, ഒരിക്കൽ അബ്ദുൽ ഖൈസ് ഗോത്രത്തിൽ നിന്നുള്ള അതിഥികളുടെ സംഘം വന്നു. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻസാറുകളോട് അവരുടെ അതിഥി സൽക്കാരം ഏറ്റെടുക്കാൻ നിർദ്ദേശിച്ചു. അങ്ങനെ അൻസാറുകൾ അവരെ തങ്ങളോടൊപ്പം കൊണ്ടുപോയി. രാവിലെ അവർ ഹാജരായപ്പോൾ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, രാത്രിയിൽ നിങ്ങളുടെ ആതിഥേയർ നിങ്ങളെ ഏതു വിധത്തിലാണ് സേവിച്ചത്? അവർ പറഞ്ഞു, യാ റസൂലുള്ളാഹ്, വളരെ നല്ല ആളുകളാണ്. അവർ ഞങ്ങൾക്കായി മൃദുലമായ കിടക്ക വിരിച്ചു, ഞങ്ങളുടെ വിശ്രമകാര്യം ശ്രദ്ധിച്ചു, ഞങ്ങൾക്ക് നല്ല ഭക്ഷണം നൽകി. പിന്നീട്
കിതാബിന്റെയും സുന്നത്തിന്റെയും അധ്യാപനങ്ങളും നൽകി. അവരുടെ സദസ്സും നടന്നു. അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും സ്മരണയുടെ മജ്ലിസ് നടന്നു. ഇതാണ് ആതിഥേയരുടെ കടമ. ആരുടെ വീടുകളിലാണോ അതിഥികൾ വരുന്നത്, അവർ രാത്രിയിൽ അനാവശ്യ കാര്യങ്ങൾ പറഞ്ഞ് സമയം പാഴാക്കുന്നതിന് പകരം കൂടുതൽ സമയം ഈ ദിവസങ്ങളിൽ അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും സ്മരണയിൽ കഴിച്ചുകൂട്ടാൻ ശ്രമിക്കേണ്ടതാണ്. നന്മയുടെ കാര്യങ്ങൾ പറയുക, നന്മയുടെ കാര്യങ്ങൾ പഠിപ്പിക്കുക. കുട്ടികളും യുവാക്കളും ഉണ്ടാകും. നമ്മുടെ ജൽസകളിൽ അഹമ്മദികളെ കൂടാതെ അനഹമ്മദികളായ അതിഥികളും ഇപ്പോൾ വലിയ തോതിൽ വന്നുകൊണ്ടിരിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ അവർ താമസിക്കുന്നു. എല്ലാ സ്ഥലത്തും അതിഥി സൽക്കാരത്തിന്റെ ടീമുകൾ ഉണ്ട്. ഈ ടീം അംഗങ്ങൾ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ ആരായിരുന്നാലും, സേവനം ചെയ്യുന്ന ആരായിരുന്നാലും, എല്ലാ താമസ സ്ഥലത്തും വരുന്നവർക്ക് തങ്ങൾ ഒരു മതപരമായ ജൽസയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് വന്നിരിക്കുന്നത് എന്ന് തോന്നുന്ന വിധത്തിലുള്ള തങ്ങളുടെ മാതൃക കാണിക്കുക. ഇത് ഒരു ഭൗതിക മേളയായി തോന്നുന്ന വിധത്തിലുള്ളതല്ല. തങ്ങളുടെ രീതി, തങ്ങളുടെ സ്വഭാവം എന്നിവ ഉന്നത നിലവാരത്തിൽ എത്തിക്കുക. രാത്രിയിൽ അല്ലെങ്കിൽ പകലിലെ ഏതെങ്കിലും സമയത്ത് ഒഴിഞ്ഞിരിക്കുകയാണെങ്കിൽ അതും ഇതും പറഞ്ഞിരിക്കുന്നതിന് പകരം ദീനിനെക്കുറിച്ച് സംസാരിക്കുക. ഇതിന്റെ സ്വാധീനവും അതിഥികളിൽ ഉണ്ടാവും. അവർക്ക് വ്യക്തമാകും ഈ ആളുകൾ ഈ ദിവസങ്ങളിൽ ലോകത്ത് നിന്ന് പൂർണമായും മാറി നിന്നുകൊണ്ട് പൂർണമായും അള്ളാഹുവിനു വേണ്ടി ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഈ ആവേശത്തോടുകൂടി സേവനവും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ കാര്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് അതിഥികൾക്കും തങ്ങളുടെ ദീനിന്റെ കാര്യങ്ങൾ പറഞ്ഞുകൊടുക്കുന്നു. ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഇത് തബ്ലീഗുമായിരിക്കും. കുട്ടികളുടെയും യുവാക്കളുടെയും തർബിയത്തും നടക്കുന്നതായിരിക്കും. നാം അഹമ്മദിയ ജമാഅത്ത് ഇപ്പോൾ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ വലിയ ദൂരത്തിലുള്ള യാത്ര താണ്ടേണ്ടതായിട്ടുണ്ട്. സഹാബാ റിദ്വാനുല്ലാഹി അലൈഹിം ഈ കാര്യം മനസ്സിലാക്കിയപ്പോൾ വന്നുചേർന്ന സംഘത്തിന് ഞാൻ ഉദാഹരണം നൽകിയതുപോലെ നല്ല നിലയിലുള്ള താമസ സൗകര്യം ഒരുക്കി. അവര് നല്ല ഭക്ഷണം കഴിപ്പിച്ചു. അതോടൊപ്പം അവരുടെ ആത്മീയവും മതപരവും വൈജ്ഞാനികപരവുമായ കടമ നിറവേറ്റുന്നതിനുള്ള പരിശ്രമവും നടത്തി. അവർ അവരുടെ വീടുകളിൽ തിരിച്ചു ചെല്ലുമ്പോൾ നല്ല രീതിയിൽ തങ്ങളുടെ ആളുകളുടെ തർബിയത്ത് നടത്തുന്നതിനും നല്ല രീതിയിൽ ഇസ്ലാമിന്റെ സന്ദേശം തങ്ങളുടെ പ്രദേശത്തുള്ള ആളുകൾക്ക് എത്തിക്കുന്നതിനും വേണ്ടി നമ്മുടെ വ്യവസ്ഥിതിയിലും തബ്ലീഗിന്റെയും തർബീയത്തിന്റെയും വകുപ്പുകളുണ്ട്. ജൽസയുടെ ദിവസങ്ങളിൽ അതിന്റെ ടീമും ഉണ്ടാകുന്നു. രാത്രികളിൽ വിവിധ സമൂഹവുമായും സംഘങ്ങളുമായും യോഗങ്ങളും ഉണ്ടാകുന്നു. സ്വന്തക്കാർക്കും അന്യർക്കും ഈ ആത്മീയ ഭക്ഷണത്തളികയിൽ നിന്ന് കഴിപ്പിക്കേണ്ടതും ഡ്യൂട്ടി നൽകുന്നവരുടെ ഉത്തരവാദിത്വമാണ്. ഇതിനുള്ള സംവിധാനവും നല്ല നിലയിൽ ചെയ്യുക. ഡ്യൂട്ടിക്കാരും എല്ലാവരും ഇത് തങ്ങളുടെ മുന്നിൽ വെക്കേണ്ടതാണ്. ഈ കാര്യം ഓർക്കുക, അവരുടെ പ്രവർത്തന മാതൃകയും അവരുടെ സംസാരവും ഇതും അതിഥി സൽക്കാരത്തിന്റെ ഭാഗമാണ്. കേവലം സേവനം ചെയ്യുക എന്നത് മാത്രമല്ല, ഈ കാര്യങ്ങളിലേക്കും ഈ ദിവസങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ കാലഘട്ടത്തിൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ധനായ ദാസൻ ഹസ്രത്ത് മസീഹെ മൗദ് അലൈഹിസ്സലാത്തു വസ്സലാം നമുക്ക് അതിഥി സൽക്കാരത്തിന്റെ ഏതുവിധത്തിലുള്ള മാതൃകയാണ് കാണിച്ചു തന്നിട്ടുള്ളത്, ഏതുവിധത്തിലാണ് നമ്മുടെ ശിക്ഷണം നടത്തിയിരിക്കുന്നത്, അതിനുള്ള ഏതാനും ഉദാഹരണവും കേൾപ്പിക്കാം. അതിഥിയെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നതിനെക്കുറിച്ചുള്ള ഒരു സംഭവമാണ്. ഒരിക്കൽ കാദിയാനിൽ വന്ന ഒരതിഥി, അദ്ദേഹം ഹസ്രത്ത് മസീഹെ മൗദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ബയ്യത്തിൽ ഉൾപ്പെട്ട ആളായിരുന്നു. ഒരു ഗുരുശിഷ്യ ബന്ധവും ഉണ്ടായിരുന്നു. ആ ശിഷ്യബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ
ഹസ്രത്ത് മസീഹെ മൗദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാൽ തടവാൻ തുടങ്ങി. ഇതേ സമയത്ത് വാതിലിലോ ജനലിലോ വന്ന് ഒരു ഹിന്ദു സുഹൃത്ത് മുട്ടിവിളിച്ചു. ആ സഹാബി പറയുന്നു, ഞാൻ എഴുന്നേറ്റ് ജനാല തുറക്കാൻ തുനിഞ്ഞു. എന്നാൽ ഹസ്രത്ത് മസീഹെ മൗദ് അലൈഹി സ്വലാത്തു വസ്സലാം വളരെ വേഗത്തിൽ എഴുന്നേറ്റു. എന്നിട്ട് പോയി വാതിൽ തുറന്നു. പറഞ്ഞു, താങ്കൾ നമ്മുടെ അതിഥിയാണ്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിഥിയെ ആദരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കൂ, ഇവിടെ രണ്ട് വശങ്ങളുണ്ട്. ഒന്ന്, ശിഷ്യൻ എന്ന നിലക്ക് അതനുസരിച്ച് അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം കാൽ തടവുന്നതിനുള്ള അനുവാദം നൽകി. മറ്റൊന്ന്, അതിഥി എന്ന നിലക്ക് അതിഥിയോടുള്ള കടമ നിർവഹിക്കുന്നതിനു വേണ്ടി തന്റെ യജമാനനും നേതാവുമായവരുടെ നിർദ്ദേശം മുന്നിൽ വെച്ചുകൊണ്ട് തന്റെ അതിഥിയെയും ആദരിച്ചു. വന്ന ആളെയും ബഹുമാനിച്ചുകൊണ്ട് സ്വയം അയാൾക്ക് വേണ്ടി വാതിൽ തുറന്നുകൊടുത്തു. ഒരു സംഭവം ഹസ്രത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് വിവരിക്കുന്നു. വളരെ ശുദ്ധഗതിക്കാരനും നിസ്സനുമായ അഹമ്മദി പിണ്ടിയിൽ കട നടത്തിയിരുന്ന സേഠി ഗുലാം നബി സാഹിബ് ഹസ്രത്ത് മിയാ സാഹിബ് പറയുന്നു, അദ്ദേഹം എന്നോട് പറഞ്ഞു, ഒരിക്കൽ ഞാൻ ഹസ്രത്ത് മസീഹെ മൗദ് അലൈഹി സ്വലാത്തു വസ്സലാമുമായി മുലാഖാത്ത് നടത്തുന്നതിനു വേണ്ടി കാദിയാനിൽ വന്നു. തണുപ്പുകാലമായിരുന്നു, അല്പം മഴയും ഉണ്ടായിരുന്നു. ഞാൻ വൈകുന്നേരം കാദിയാനിൽ എത്തി. രാത്രി ഞാൻ ഭക്ഷണം കഴിച്ചു കിടന്നപ്പോൾ, രാത്രി ഒരുപാട് കടന്നു കഴിഞ്ഞപ്പോൾ ആരോ എന്റെ മുറിയുടെ വാതിൽ മുട്ടി. ഞാൻ എഴുന്നേറ്റ് വാതിൽ തുറന്നു. അപ്പോൾ ഹസ്രത്ത് മസീഹെ മൗദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ മുന്നിൽ നിൽക്കുന്നതായി കണ്ടു. അങ്ങയുടെ ഒരു കൈയിൽ ചൂടുള്ള പാലിന്റെ ഗ്ലാസ് ഉണ്ടായിരുന്നു, മറുകൈയിൽ വിളക്കായിരുന്നു. ഞാൻ ഹുസൂറിനെ കണ്ടപ്പോൾ പരവശനായി. എന്നാൽ ഹുസൂർ വളരെയധികം വാത്സല്യത്തോടുകൂടി പറഞ്ഞു, എവിടെ നിന്നോ പാൽ വന്നു. ഞാൻ പറഞ്ഞു, താങ്കൾക്ക് നൽകി വരാം. താങ്കൾ ഈ പാൽ കുടിച്ചാലും താങ്കൾക്കൊരു പക്ഷേ പാൽ കുടിക്കുന്ന ശീലം ഉണ്ടായിരിക്കും. സെട്ടി സാഹിബ് പറയാറുണ്ടായിരുന്നു, എന്റെ കണ്ണുകളിൽ കണ്ണുനീർ ഉരുണ്ടുകൂടി. സുബ്ഹാനല്ലാ, എത്ര ഉന്നതമായ സ്വഭാവമാണ്! അള്ളാഹുവിന്റെ മഹോന്നതനായ മസീഹ് തന്റെ സേവകരെ സേവിക്കുന്നതിൽ പോലും എത്രമാത്രം അനുഭൂതിയാണ് അനുഭവിക്കുന്നത്, എത്രമാത്രം ബുദ്ധിമുട്ടാണ് സഹിക്കുന്നത്. ചില പ്രത്യേക ദേശത്തിലെ ആളുകൾക്കായി അവിടുത്തെ അവരുടെ ശീലമനുസരിച്ച് അവിടുന്ന് പ്രത്യേകം ഭക്ഷണം തയ്യാറ് ചെയ്യിക്കാറുണ്ടായിരുന്നു. എന്നാൽ ജൽസയുടെ ദിവസങ്ങളിൽ സംവിധാനപരമായ കാരണങ്ങൾ കൊണ്ട് അവിടുന്ന് ഒരു ഭക്ഷണം മാത്രം തയ്യാറ് ചെയ്യിപ്പിക്കുമായിരുന്നു. കാരണം കൂടുതൽ ബുദ്ധിമുട്ടില്ലാതിരിക്കാനും എല്ലാവർക്കും ഭക്ഷണം ലഭിക്കുന്നതിനും വേണ്ടി. എന്നാൽ ഇന്ന് അദ്ദേഹത്തിന്റെ ജമാഅത്ത് സംവിധാനപരമായും വലിയ ശിക്ഷണം നേടിയിരിക്കുന്നു. വോളണ്ടിയർമാരും ലഭ്യമാണ്, മാർഗങ്ങളും ഉണ്ട്. വലിയ വലിയ സംവിധാനങ്ങൾ പോലും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ജൽസയുടെ സംവിധാനത്തിന്റെ കീഴിലും ഒന്ന് പൊതുവിലുള്ള ലങ്കറിന്റെ സംവിധാനം ഉണ്ടായിരിക്കും, മറ്റൊന്ന് അനഹ്മദികൾക്കും പ്രത്യേക സ്ഥലങ്ങളിലെ ആളുകൾക്കും രോഗികൾക്കും ഭക്ഷണം തയ്യാറാക്കുന്നു. ഇതിലൊരു ബുദ്ധിമുട്ടുമില്ല, പ്രശ്നവും ഇല്ല, പ്രശ്നം ഉണ്ടാകാനും പാടില്ല. ചില ആളുകൾ ഒരു കാരണവുമില്ലാതെ ഇത്തരം ചോദ്യങ്ങൾ ഉയർത്തുന്നു. എന്തിനാണ് വെവ്വേറെ ഭക്ഷണം പാകം ചെയ്യുന്നത്? മറ്റുള്ളവർക്ക് പ്രത്യേകത എന്താണ്? ഇത്തരം ആളുകളും ധൈര്യം കാണിക്കേണ്ടതാണ്. ഈ പ്രത്യേക അതിഥികൾക്ക് വേണ്ടി, പൊതുവിൽ ഇവർ തബ്ഷീറിന്റെ അതിഥികൾ എന്നാണ് വിളിക്കപ്പെടുന്നത്, അവർക്കും പൊതുവിൽ ജൽസയിൽ പങ്കെടുക്കുന്നവർ എന്താണ് കഴിക്കുന്നത് എന്ന് പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടി ലങ്കറിലെ ഭക്ഷണവും അവരുടെ മുമ്പിൽ വെക്കേണ്ടതാണ്. ചിലർ താൽപര്യത്തോടെ ഈ ഭക്ഷണം കഴിക്കുകയും ചെയ്യാറുണ്ട്. ഏതായിരുന്നാലും അടിസ്ഥാനം ഇതാണ്, ഫോർമാലിറ്റി ഉണ്ടാവാൻ പാടില്ല. മുമ്പ് പ്രത്യേക സംവിധാനം സാധ്യമായിരുന്നില്ല, അതുകൊണ്ട് പ്രത്യേക സംവിധാനം ഒരുക്കുമായിരുന്നില്ല. ഇപ്പോൾ സാധിക്കും. അതുകൊണ്ട് അതിഥിയെ ആദരിക്കുന്നതിന്റെ കടമയാണിത്, അന്യരായിട്ടുള്ള അതിഥികൾക്ക് വേണ്ടി സംവിധാനം ഒരുക്കുക എന്നുള്ളത്. റബോയിലും ജലസ ഉണ്ടായിരുന്നപ്പോൾ ഒരു പ്രത്യേക ലങ്കർ ഉണ്ടായിരുന്നു. അന്യരാജ്യക്കാർക്കും പ്രത്യേകം ഭക്ഷണം പാകം ചെയ്തിരുന്നു. ഇവിടെയും അത്തരം സംവിധാനം ഉണ്ടാകും എങ്കിൽ അതിൽ ഒരു പ്രശ്നവും ഇല്ല. എന്നാൽ പൊതുവിൽ അഹ്മദികൾ എന്താണോ പൊതുവായ നിലയിൽ പാകം ചെയ്തിട്ടുള്ളത് അത് തന്നെ കഴിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഭാരവാഹികളും പൊതുവിലുള്ള ലങ്കറിൽ നിന്ന് അവർ ഭക്ഷണം കഴിക്കേണ്ടതാണ്.
ഉദ്യോഗസ്ഥർ, ഡ്യൂട്ടിക്കാർ, ഭാരവാഹികൾ എന്നിവർ. എന്നാൽ ആർക്കെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒഴികെ, അല്ലെങ്കിൽ ആരെങ്കിലും ഏതെങ്കിലും പ്രത്യേക അതിഥിയോടൊപ്പം ഡ്യൂട്ടിയിലാണെങ്കിൽ ഒഴികെ, അപ്പോൾ അവരോടൊപ്പം ഭക്ഷണം കഴിക്കേണ്ടി വന്നു. എന്നാൽ പൊതുവായ നിലയിൽ എല്ലാവരും തങ്ങളുടെ മാതൃക ഇതാണ് കാണിക്കേണ്ടത്. ഏതൊരു ഭക്ഷണമാണോ പൊതുവായ നിലയിലുള്ളത്, ഭാരവാഹികളും അത് തന്നെ ഭക്ഷിക്കേണ്ടതാണ്. ഹദ്റത്ത് മസീഹെ മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം ഈ കാര്യം വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. സംഘാടകർ ഫോർമാലിറ്റി ഒരിക്കലും കാണിക്കരുത്, ഇതാണ് അവിടുന്ന് ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. പ്രത്യേക അതിഥികളെ ഫോർമാലിറ്റി ഇല്ലാതെ അഥവാ പ്രത്യേകം ട്രീറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യേണ്ടതാണ്. പിന്നീട് ഒരിക്കൽ ചില അതിഥികൾക്ക് ശരിയായ രീതിയിൽ ഭക്ഷണം ലഭിച്ചില്ല. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ സംഘാടകരുടെ പിശക് കാരണം അവരെ പരിഗണിച്ചില്ല. അപ്പോൾ അള്ളാഹു ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന് ഈ കാര്യം അറിയിച്ചു കൊടുത്തു. ചില അതിഥികളെ പരിഗണിച്ചില്ല. അദ്ദേഹം പറഞ്ഞു, രാത്രി അള്ളാഹു എന്നെ അറിയിച്ചിരിക്കുന്നു. ലങ്കർഖാനയിൽ രാത്രി പ്രകടനാത്മകത നടക്കുകയുണ്ടായി, കാണിച്ചുകൂട്ടൽ നടന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ലങ്കറിൽ ശരിയായ രീതിയിൽ പരിഗണിക്കാത്തത് കാരണം ചില സ്വന്തക്കാർക്ക് ഭക്ഷണം നൽകി, ചിലർക്ക് നൽകിയില്ല. സേവനവും ശരിയായ രീതിയിൽ ചെയ്തില്ല. ഇതിന്റെ അടിസ്ഥാനത്തിൽ അവിടുന്ന് ലങ്കർഖാനിൽ ജോലി ചെയ്യുന്നവരെ 6 മാസത്തേക്ക് പുറത്താക്കാൻ നിർദ്ദേശിച്ചു. ശിക്ഷയും നൽകി. അദ്ദേഹത്തിന്റെ പ്രകൃതത്തിലെ നൈർമല്യം ഉണ്ടായിരുന്നിട്ടും അദ്ദേഹത്തിന് അതിഥി സൽക്കാരത്തിലെ പ്രകടനാത്മകതയും കുറവും സഹിച്ചില്ല. അങ്ങനെ അദ്ദേഹം ആ ജോലി ചെയ്യുന്നവർക്ക് ശിക്ഷ നൽകി. പിന്നീട് ലങ്കർഖാനയിൽ ഭക്ഷണത്തിനുള്ള സംവിധാനം തന്റെ മുന്നിൽ ഒരുക്കി. അതിഥി സൽക്കാര വകുപ്പ് വളരെയധികം സൂക്ഷ്മത പാലിക്കേണ്ട ആവശ്യമുണ്ട്. എവിടെയും ഒരാൾക്കും ഒരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല. അതിഥി സൽക്കാര വകുപ്പ് ജൽസയുടെ സംവിധാനത്തിലെ ഒരു സുപ്രധാന വകുപ്പാണ്. ഈ വകുപ്പിലെ ശരിയായ രീതിയിലുള്ളതും സമയനിഷ്ഠവുമായ പ്രവർത്തനമാണ് മറ്റു പ്രവർത്തനങ്ങളെയും ശരിയായ രീതിയിൽ നടത്തുന്നത്. അതിഥി സൽക്കാരം എന്ന് പറയുന്നത് കേവലം ഭക്ഷണം കഴിപ്പിക്കുന്നതും ലങ്കറിന്റെ സംവിധാനവുമല്ല. ഇതിൽ ലങ്കറിന്റെ സംവിധാനവുമുണ്ട്, ഭക്ഷണം കഴിപ്പിക്കുന്ന സംവിധാനവുമുണ്ട്, സ്റ്റോറിന്റെയും സപ്ലൈയുടെയും സംവിധാനമുണ്ട്. സപ്ലൈയിലും മറ്റും അല്പം വ്യത്യാസം ഉണ്ടായാൽ ഭക്ഷണം പാകം ചെയ്യുന്ന സംവിധാനവും തകിടം മറിയും. ഭക്ഷണം സമയത്ത് നൽകാൻ സാധിക്കുകയില്ല. പിന്നീട് ഇത് കാരണം ജൽസയുടെ പരിപാടിയും ചിലപ്പോൾ സമയത്ത് ആരംഭിക്കുകയില്ല. അതുപോലെ അതിഥി സൽക്കാരത്തിൽ താമസത്തിനുള്ള സംവിധാനമുണ്ട്. ഇതൊരുക്കേണ്ടതും ഉത്തരവാദിത്വമുള്ളതാണ്. ജമാഅത്തി താമസ സ്ഥലത്ത് താമസിക്കുന്നവർക്ക് ശരിയായ രീതിയിൽ ഒരുക്കി നൽകണം. അതുപോലെ ശുചിത്വത്തിന്റെ സംവിധാനം, പൊതുവിലുള്ള ശുചിത്വം, ബാത്റൂമിന്റെ ശുചിത്വം, അതുപോലെ പാർക്കിങ്ങിനായി എളുപ്പം ഉണ്ടാക്കുന്ന സംവിധാനം ഉണ്ട്. ഇതും അതിഥി സൽക്കാരത്തിന്റെ ഭാഗമാണ്. പാർക്കിങ്ങിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, ബഹളമുണ്ടെങ്കിൽ അതിഥികൾക്ക് ബുദ്ധിമുട്ടും പ്രയാസവും ഉണ്ടാകുന്നതോടൊപ്പം ജൽസയുടെ പരിപാടികളും ഡിസ്റ്റർബ് ആകും. അതുപോലെ മഴ കാരണം വഴികളിലെ ബുദ്ധിമുട്ട് ദൂരീകരിക്കുന്ന സംവിധാനമുണ്ട്. അതും അതിഥി സൽക്കാരമാണ്. അതിഥികൾക്ക് വഴികൾ എളുപ്പമുള്ളതാക്കി തീർക്കുക. പിന്നീട് വൃദ്ധർക്കും ബലഹീനർക്കും പല്ലക്കിന്റെ സംവിധാനമുണ്ട്. അതുപോലെ 10-20 മിനിറ്റ് ഡ്രൈവ് ദൂരത്തിൽ പാർക്കിങ്ങിനുള്ള സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. അവിടെ നിന്ന് ജൽസാഗാഹ് വരെ കൊണ്ടുവരുന്നതിന് ഷട്ടൽ സർവീസിന്റെ സംവിധാനമുണ്ട്. ഇതും അതിഥി സൽക്കാരത്തിന്റെ ഭാഗമാണ്. അതിന്റെയും ശരിയായ സംവിധാനം ഉണ്ടായിരിക്കേണ്ടതാണ്. ചുരുക്കത്തിൽ ഒരുപാട് സംവിധാനമുണ്ട്. ഇതെല്ലാം അതിഥി സൽക്കാരത്തിന്റെ കീഴിലാണ്. അതിഥി സൽക്കാരത്തിന്റെ സംവിധാനം ശരിയാണ് എങ്കിൽ മറ്റുള്ളവ വളരെ നിസ്സാരമായ സംവിധാനങ്ങളാണ്. അത് സ്വയം ശരിയായി തീരും. അതിഥികൾക്ക് വൈദ്യസഹായം ഒരുക്കുക, ഇതും അതിഥി സൽക്കാരമാണ്. ഞാൻ വിചാരിക്കുന്നത് ജൽസയുടെ 80% ജോലിയും അല്ല, ഞാൻ വിചാരിക്കുന്നത് അതിൽ കൂടുതൽ ജോലിയും നേരിട്ട് അതിഥി സൽക്കാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്.
എല്ലാ ഉദ്യോഗസ്ഥരും ഇതോർക്കേണ്ടതാണ്. കേവലം അതിഥി സൽക്കാരത്തിന്റെ ബാഡ്ജ് ധരിച്ചവരുടേത് മാത്രമല്ല അതിഥി സൽക്കാരം, മറിച്ച് എല്ലാ വകുപ്പുകളും അതിഥി സൽക്കാര വകുപ്പുകളാണ്. അതിഥിക്ക് വേണ്ടി സുഖസൗകര്യങ്ങൾ ഒരുക്കുന്നത്, അദ്ദേഹത്തെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത്, അദ്ദേഹത്തെ എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും രക്ഷപ്പെടുത്തേണ്ടത് എല്ലാ ഡ്യൂട്ടിക്കാരുടെയും നിർബന്ധ കടമയാണ്. അള്ളാഹു എല്ലാ ഉദ്യോഗസ്ഥർക്കും ഉന്നതമായ നിലയിൽ ഈ ഉത്തരവാദിത്വം നിറവേറ്റാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. ജൽസയും അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ എല്ലാവിധത്തിലും അനുഗ്രഹീതമായി തീരട്ടെ. ഇന്ന് ഓഗസ്റ്റ് 14 തീയതി കൂടിയാണ്. അത് പാകിസ്ഥാന്റെ സ്വാതന്ത്ര്യ ദിവസമാണ്. ഈ കാര്യം കൊണ്ടും ദുആയിലേക്ക് ശ്രദ്ധ ക്ഷണിക്കാൻ ആഗ്രഹിക്കുന്നു. അള്ളാഹു പാകിസ്ഥാന് യഥാർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യം പ്രദാനം ചെയ്യുമാറാകട്ടെ. സ്വാർത്ഥരായ ലീഡർമാരിൽ നിന്നും സ്വയം പൂജകരായ മതനേതാക്കളിൽ നിന്നും രാജ്യത്തെ രക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു പൊതുജനങ്ങൾക്ക് ബുദ്ധിയും മനസ്സിലാക്കാനുള്ള കഴിവും നൽകുമാറാകട്ടെ. അവർ സത്യസന്ധരും തങ്ങളുടെ അമാനത്തിന്റെ ഉത്തരവാദിത്വം നിറവേറ്റുന്നവരുമായ നേതാക്കന്മാരെ തിരഞ്ഞെടുക്കുന്നവരായി തീരട്ടെ. ഇതെല്ലാവർക്കും ഈ രാജ്യത്തിന്റെ നിലനിൽപ്പും പുരോഗതിയുടെയും ജാമ്യം നീതിയും പരസ്പരമുള്ള കടമനിർവഹണത്തിലുമാണ് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. അക്രമത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിലാണ് ഈ രാജ്യത്തിന്റെ നിലനിൽപ്പുള്ളത്. അള്ളാഹുലേക്ക് കുനിയുന്നതിലാണ് ഈ രാജ്യത്തിന്റെ നിലനിൽപ്പുള്ളത്. പറയാൻ വേണ്ടി മാത്രം ഇവർ അള്ളാഹുവിന്റെ പേരുപയോഗിക്കുന്നു, പറയുന്നു ഞങ്ങൾ അള്ളാഹുവിനു വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത്. എന്നാൽ റബ്ബുൽ ആലമീനും റഹ്മാനും റഹീമുമായ അള്ളാഹുവിന്റെ പേരിൽ എല്ലാ ഭാഗത്തും അക്രമത്തിന്റെ ചന്തയാണ് നടക്കുന്നത്. അള്ളാഹുവിന്റെയും അവന്റെ റഹ്മത്തുൽ ആലമീനായ റസൂലിന്റെയും പേരിൽ അക്രമം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അഹമ്മദികൾ ആരാണോ രാജ്യമുണ്ടാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത്, ത്യാഗം ചെയ്തത്, അവരിൽ അക്രമം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഏതായിരുന്നാലും പാകിസ്ഥാനി അഹമ്മദികൾ എവിടെയായിരുന്നാലും ഈ രാജ്യത്തോടുള്ള കൂറ് തന്നെയാണ് പ്രകടിപ്പിക്കേണ്ടത്. അതുകൊണ്ട് ദുആയും ചെയ്യേണ്ടതാണ്. അള്ളാഹു ഈ രാജ്യത്തെ രക്ഷിക്കുമാറാകട്ടെ. അക്രമത്തിൽ നിന്നും സ്വാർത്ഥരിൽ നിന്നും ഈ രാജ്യത്തിന് മോക്ഷം നൽകുമാറാകട്ടെ. രാജ്യത്തിന്റെ നിലനിൽപ്പിനും പുരോഗതിക്കും അപകടം പുറത്തുള്ളതിനേക്കാൾ കൂടുതൽ ഉള്ളിലുള്ള ശത്രുക്കളിൽ നിന്നാണ്. സ്വാർത്ഥരും സ്വയം പൂജകരുമായ നേതാക്കളിൽ നിന്നും പണ്ഡിതന്മാരിൽ നിന്നുമാണ്. അഥവാ അള്ളാഹുവിനോടുള്ള ഭയം ഹൃദയത്തിൽ വെച്ചുകൊണ്ട് ഇവർ രാജ്യത്തെ ചലിപ്പിക്കുകയാണെങ്കിൽ പിന്നീട് പുറത്തു നിന്നുള്ള ഒരു ശക്തിക്കും രാജ്യത്തിന് നഷ്ടം വരുത്താൻ സാധിക്കുകയില്ല. ഏതായിരുന്നാലും പാകിസ്ഥാനി അഹമ്മദികൾ തങ്ങളുടെ രാജ്യത്തിനു വേണ്ടി കൂടുതലായി ദുആ ചെയ്യേണ്ടതാണ്. അള്ളാഹു പാകിസ്ഥാനി അഹമ്മദികൾക്കും യഥാർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യം നൽകുമാറാകട്ടെ. ഈ രാജ്യം നിലനിൽക്കുമാറാകട്ടെ. നമസ്കാരത്തിന് ശേഷം ഞാൻ ജനാസ ഗായിബ് നമസ്കരിപ്പിക്കും. അതിൽ ഒരു ജനാസ ബഹുമാനപ്പെട്ട റഫീഖ് ആഫ്താബ് സാഹിബിന്റെ മകൻ കമാൽ ആഫ്താബ് സാഹിബിന്റേതാണ്. അദ്ദേഹം ഓഗസ്റ്റ് 7 ലീഡ്സ് ആശുപത്രിയിൽ ല്യൂക്കോമിയ രോഗം കാരണം 37 വയസ്സിൽ വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇദ്ദേഹത്തിന് വിവിധ രീതിയിൽ ജമാഅത്തിന്റെ സേവനത്തിനുള്ള തൗഫീക്ക് ലഭിച്ചു. മരണസമയത്തും ലോക്ഷെയർ ഖുദാമുൽ അഹമ്മദിയ റീജിയണൽ കായിദും ജമാഅത്തി ഹഡ്ഡസ്ഫീൽഡ് തർബിയത്ത് സെക്രട്ടറിയുമായിരുന്നു. രോഗത്തിന്റെ അവസാന ദിവസങ്ങളിൽ ഹോസ്പിറ്റലിലെ തന്റെ റൂമിൽ നിന്നുകൊണ്ട് തന്നെ ല്യൂക്കോമിയ റിസർച്ചിനു വേണ്ടി 50,000 പൗണ്ട് സ്വരൂപിക്കുന്നതിനുള്ള പദ്ധതി നടത്തുകയായിരുന്നു. ജീവിതത്തിന്റെ അവസാന ശ്വാസം വരെ നിസ്വാർത്ഥമായി വിവിധ പ്രൊജക്ടുകളിൽ മനുഷ്യരുടെ സേവനത്തിലും തബ്ലീഗിലും മുഴുകി. ഖിലാഫത്തുമായി അങ്ങേയറ്റത്തെ ആത്മാർത്ഥതയുടെയും കൂറിന്റെയും ബന്ധമായിരുന്നു. രോഗവും ബലഹീനതയും ഉണ്ടായിരുന്നിട്ടും ഖുദ്ദാമുൽ അഹമ്മദിയായുടെ ജൽസ നടന്നപ്പോൾ ഹോസ്പിറ്റലിൽ തന്നെ സംവിധാനം ചെയ്തു. അദ്ദേഹം TV വെച്ചു. അവിടെ നിന്ന് എന്റെ ലൈവ് അഡ്രസ് കേട്ടു. ദേശീയ പത്രം ഗാർഡിയൻ
അദ്ദേഹത്തിന് 2014 വോളണ്ടിയർ ഓഫ് ദ ഇയർ എന്ന ബഹുമതി നൽകി. മരണത്തിന് ഏതാനും ദിവസം മുമ്പ് എന്നെ കാണുന്നതിനായി വന്നിരുന്നു. രോഗം വളരെയധികം മൂർച്ഛിച്ചിരുന്നിട്ടും വളരെ ധൈര്യത്തോടും സന്തോഷത്തോടും സമയം കഴിച്ചുകൂട്ടുകയായിരുന്നു. താൻ ബുദ്ധിമുട്ടിലാണ് എന്നൊരു ഭാവം ഉണ്ടായിരുന്നില്ല. എന്നാൽ ആ സമയത്ത് അദ്ദേഹത്തിന് വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഖിലാഫത്തുമായി അദ്ദേഹത്തിന് എപ്പോഴും വലിയ ആത്മാർത്ഥമായ ബന്ധമായിരുന്നു ഉണ്ടായിരുന്നത്. ഇദ്ദേഹത്തിന്റെ സഹോദരൻ ഫാറൂഖ് സാഹിബ് എഴുതുന്നു, അദ്ദേഹം സേഠ് അല്ലാദത്ത സാഹിബ് റളിയല്ലാഹു തആല അൻഹു സഹാബി ഹസ്രത്ത് മസീഹ് മൗഊദ് ഇസ്ലാമിന്റെ പൗത്രന്റെ പുത്രനായിരുന്നു. 1953 1974 അവസ്ഥയിൽ കമാൽ ആഫ്താബ് സാഹിബിന്റെ പിതാമഹൻ ജമാലുദ്ദീൻ സാഹിബിന്റെ വീടിനെ ആക്രമിക്കാനുള്ള പരാജയ ശ്രമം നടക്കുകയുണ്ടായി. ഇദ്ദേഹത്തിന്റെ പിതാമഹൻ ജമാലുദ്ദീൻ സാഹിബ് 6 മാസം അസീറാനെ രാഹിമൗല ആവുകയും ചെയ്തിട്ടുണ്ട്. കമാൽ സാഹിബ് വളരെയധികം പരസ്പരം ഇഴകിച്ചേരുന്ന ആളും സൽസ്വഭാവിയും ഉയർന്ന ധൈര്യമുള്ള ആളും മറ്റുള്ളവരെ സഹായിക്കുന്ന ആളും എല്ലാവർക്കും പ്രിയപ്പെട്ട ആളായിരുന്നു. അഹമ്മദികളോടൊപ്പം അനഹമ്മദികളും ഇദ്ദേഹത്തെ അംഗീകരിക്കുന്നവരായിരുന്നു. ഇദ്ദേഹത്തെക്കുറിച്ച് മറ്റുള്ളവർക്ക് പ്രശംസയില്ലാതെ മറ്റൊന്നും തന്നെ പറയാനുണ്ടായിരുന്നില്ല. ചെറിയവരിലും വലിയവരും ഒരേപോലെ സ്വീകാര്യനായിരുന്നു. എല്ലാവരുമായി സുഹൃത്ത് ബന്ധമാണ് ഉണ്ടായിരുന്നത്. മാതാപിതാക്കളെ സേവിക്കുന്ന, സഹോദരി സഹോദരന്മാരെ സഹായിക്കുന്ന, നമസ്കാരം കൃത്യനിഷ്ഠമായി അനുഷ്ഠിക്കുന്ന, സൃഷ്ടി സേവനത്തിൽ വളരെ മുൻകടന്ന, ഹ്യൂമാനിറ്റി ഫസ്റ്റിന്റെ പരിപാടിയായ ഗിഫ്റ്റ് ഓഫ് സൈറ്റിന്റെ പ്രൊജക്ട് ലീഡറായിരുന്നു. ഈസ്റ്റ് ആഫ്രിക്കയിൽ കണ്ണിന്റെ ക്ലിനിക് നിർമ്മാണ പദ്ധതിയിൽ പ്രവർത്തിച്ചു. വളരെ പ്രവർത്തന നിരതനായ ദായി ഇലല്ലാ ആയിരുന്നു. തബ്ലീഗിനുള്ള ഒരവസരവും കൈവിട്ട് കളയുമായിരുന്നില്ല. ഹോസ്പിറ്റലിൽ തന്റെ ചികിത്സയ്ക്കിടയിലും ഡോക്ടർമാർക്കും പരിചരിക്കുന്നവർക്കും ജമാഅത്തിനെ പരിചയപ്പെടുത്തി. എന്നല്ല, അദ്ദേഹം സ്വയം എന്നോട് പറഞ്ഞു, അദ്ദേഹം അവിടെ MTA വെച്ചിട്ടുണ്ട്, പരിപാടികൾ കാണിക്കുന്നുണ്ട്. പിന്നീട് ഈ പരിപാടികൾ മുഖേന തബ്ലീഗിനുള്ള മാർഗവും തുറക്കുന്നു. മജ്ലിസ് അൻസാറുല്ലാ സുൽത്താനുൽ കലമിന്റെ സജീവ അംഗമായിരുന്നു. TV, റേഡിയോ, പത്രങ്ങൾ എന്നിവയ്ക്ക് 100-ലധികം ഇന്റർവ്യൂ മുഖേന ജനങ്ങളിലേക്ക് ഇസ്ലാമിന്റെ സന്ദേശം എത്തിച്ചു. അദ്ദേഹത്തിന്റെ ഒരു സഹോദരൻ യൂസുഫ് സാഹിബാണ്. അദ്ദേഹം പറയുന്നു, ജമാഅത്തുമായി ബലഹീനമായ ബന്ധമുള്ള ഖാദിമീങ്ങളെയും അത്ഫാലുകളെയും എല്ലായ്പ്പോഴും വ്യക്തിപരമായ പരിശ്രമത്താലും ബന്ധവും കൊണ്ട് ജമാഅത്തുമായി അടുപ്പിക്കാൻ ശ്രമിക്കുമായിരുന്നു. അവരുടെ ഹൃദയത്തിൽ ഖിലാഫത്തിനോടുള്ള സ്നേഹം ജനിപ്പിക്കുമായിരുന്നു. ചില സമയത്ത് ഖാദിമീങ്ങളുമായി ലണ്ടനിൽ വരികയും മസ്ജിദ് ഫളിൽ നമസ്കരിക്കുക, കാലത്തിന്റെ ഖലീഫയുമായി ബന്ധം വർദ്ധിക്കുന്നതിനു വേണ്ടി ഖാദിമീങ്ങളോട് പൊതുവായ നിലയിലും ആമില മെമ്പർമാരോട് പ്രത്യേകിച്ചും നമസ്കാര കാര്യത്തിൽ ശ്രദ്ധിപ്പിക്കാറുണ്ടായിരുന്നു. എന്ന് മാത്രമല്ല, അതിനുവേണ്ടി കർമ്മപരമായ ചുവടുകളും നടത്തുമായിരുന്നു. ഫജ്ർ നമസ്കാരത്തിനായി ചില ഖാദിമീങ്ങളെ വീട്ടിൽ നിന്ന് കൊണ്ടുവരികയും ചെയ്യാറുണ്ടായിരുന്നു. രോഗത്തെക്കുറിച്ച് ഡോക്ടർ അസീസ് സാഹിബ് പറയുന്നു, കമാൽ ആഫ്താബ് സാഹിബ് എന്നോട് പറഞ്ഞു, അദ്ദേഹത്തിന് രോഗത്തെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞപ്പോൾ, ഏതൊന്നാണോ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത് അതാണ് ശരി, എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. രോഗനിർണയത്തിന് ശേഷം അദ്ദേഹത്തിന് ഏറ്റവും വലിയ വ്യാകുലത ഇതായിരുന്നു. നേപ്പാളിലെ ഭൂകമ്പത്തിനു ശേഷം ഹ്യൂമാനിറ്റി ഫസ്റ്റിനു വേണ്ടി തയ്യാറാക്കിയ ഏതാനും ഇന്റർവ്യൂകൾ ഉണ്ടായിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഈ ഇന്റർവ്യൂ തീർച്ചയായും ഓൺലൈൻ ആകേണ്ടതാണ്, കാരണം ലോകത്തിന് ജമാഅത്തിന്റെ മനുഷ്യ സേവനത്തെക്കുറിച്ച് അറിയുന്നതിനു വേണ്ടി. ഈ ഡോക്ടർ സാഹിബ് പറയുന്നു, മെഡിക്കൽ കാഴ്ചപ്പാടിൽ പോലും ഇത് ബുദ്ധിമുട്ടുള്ള അവസ്ഥയാണ്. എന്നിരുന്നാലും എല്ലായ്പ്പോഴും രോഗാവസ്ഥയിൽ പുഞ്ചിരിച്ചുകൊണ്ടിരുന്നു. ആശുപത്രിയിൽ താമസിക്കുമ്പോൾ എന്നോട് പറഞ്ഞു, തബ്ലീഗിനുള്ള ഒരവസരവും കൈവെടിയാൻ പാടില്ല, കാരണം ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഈ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അങ്ങേക്ക് ഇംഗ്ലീഷ് ഭാഷ അറിയായിരുന്നുവെങ്കിൽ ഇവിടെ എത്രമാത്രം തബ്ലീഗ് ചെയ്യുമായിരുന്നു. നമ്മുടെ പ്രസിന്റെ ഇൻചാർജ് ആബിദ് വഹിദ് സാഹിബ് പറയുന്നു, കമാൽ സാഹിബ് മറ്റുള്ള ജമാഅത്തി സേവനം കൂടാതെ ഞങ്ങളുടെ ഓഫീസിനു വേണ്ടി മീഡിയയുമായി ഒരുപാട് പുതിയ ബന്ധങ്ങൾ ഉണ്ടാക്കി. രോഗിയായിരുന്നിട്ടും ഹോസ്പിറ്റലിൽ നിന്ന് ഫോൺ, ഇമെയിൽ മുഖേന പത്രപ്രവർത്തകരെ ജൽസയിൽ പങ്കെടുപ്പിക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു. മർക്കസി മീഡിയ ടീമിന്റെ സ്ഥാപനത്തിന് ശേഷം എപ്പോഴും ഫോൺ ചെയ്തുകൊണ്ട് നമ്മുടെ അഹമ്മദിയായ ഈ ടീമിലെ മെമ്പർ ആദം മോർക്കലിന്റെ പരിശ്രമത്തെക്കുറിച്ച് ചോദിക്കുമായിരുന്നു. അഥവാ എന്തെങ്കിലും വിധത്തിലുള്ള കുറവ് കാണുകയാണെങ്കിൽ വളരെ വികാരഭരിതനായി പറയുമായിരുന്നു, നാം ജോലിയുടെ പ്രാധാന്യം മനസ്സിലാക്കേണ്ടതാണ്. ഇദ്ദേഹം പറയുന്നു, ജൽസയുടെ ഡ്യൂട്ടിക്ക് ഇടക്ക് ഉറക്കം പൂർത്തിയാകാതിരുന്നിട്ടും ഏത് സമയത്ത് ഓഫീസിൽ വന്നാലും ഞങ്ങളിൽ എല്ലാവരെക്കാളും ഉന്മേഷവാനായി തോന്നുമായിരുന്നു. അദ്ദേഹത്തിന്റെ ഈ പോസിറ്റീവായ ചിന്താഗതി എല്ലാവരുടെ പ്രകൃതത്തിലും നല്ല സ്വാധീനം ഉണ്ടാക്കുമായിരുന്നു.
ബന്ധം സ്ഥാപിക്കുന്നതിൽ ഒരുവിധത്തിലുള്ള മടിയും ഇല്ലാതെ, ഭയമില്ലാതെ, ഫോർമാലിറ്റി ഇല്ലാതെ ബന്ധം സ്ഥാപിക്കുമായിരുന്നു. അദ്ദേഹം പറയുന്നു, തന്റെ മരണത്തിലൂടെയും അഹമ്മദിയത്തിന്റെ സന്ദേശം മീഡിയയിൽ എത്തിക്കുന്നതിനുള്ള മാർഗമായി BBC, ITV, ബ്രെഡ്ഫാസ്റ്റ് ടെലിഗ്രാഫ് മുതലായവ ഇദ്ദേഹത്തിന്റെ മരണത്തിൽ ആർട്ടിക്കിൾ പ്രസിദ്ധീകരിച്ചു. പ്രശസ്ത വ്യക്തികൾ സോഷ്യൽ മീഡിയയിൽ കമാൽ സാഹിബിന് ആദരാഞ്ജലികൾ അർപ്പിച്ചു, ജമാഅത്തിന്റെ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിച്ചു. ഉദാഹരണമായി ITVയുടെ ജേർണലിസ്റ്റ് എഥൻ ക്ലാർക്ക് പറയുന്നു, ഒരു പത്രപ്രവർത്തക എന്ന നിലയിൽ എനിക്ക് വാക്കുകളുടെ കുറവുണ്ടാകാൻ പാടില്ല. എന്നാൽ കമാൽ സാഹിബിന്റെ മരണത്തിൽ ഹൃദയം നിറഞ്ഞ് ദുഃഖമുണ്ട്. നല്ല ആളുകൾ ലോകത്ത് നിന്ന് ഇത്രയും പെട്ടെന്ന് വിട പറയുന്നു. ഇനി നാം ഇദ്ദേഹത്തിന്റെ പേരും പ്രവൃത്തിയും സജീവമാക്കി വെക്കേണ്ടതാണ്. ഇതേപോലെ ITV ന്യൂസ് യോർക്ക്ഷയറിന്റെ ഹെഡ് മാർഗറ്റ് പറയുന്നു, വളരെ നല്ല കാരുണ്യമുള്ള മനുഷ്യനായിരുന്നു. ഇദ്ദേഹത്തെ കാണുമ്പോൾ ഇദ്ദേഹം സന്തോഷത്തോടുകൂടി ജീവിതം കഴിച്ചുകൂട്ടി എന്ന് തോന്നുമായിരുന്നു. ഞങ്ങൾ ഇദ്ദേഹത്തെ ഞങ്ങളുടെ ടിവിയിൽ ട്രിബ്യൂട്ട് നൽകുന്നതായിരിക്കും. സദർ ജമാഅത്ത് ഹെഡിൽസ്ഫീൽഡ് പറയുന്നു, വളരെ അധികം അനുസരണയുള്ള ആളായിരുന്നു. ജമാഅത്തുമായും ഖിലാഫത്തുമായും ഭ്രാന്തിനോട് അടുത്ത സ്നേഹമായിരുന്നു. അത് കണ്ട് അദ്ദേഹത്തിന് പോലും അസൂയ തോന്നുമായിരുന്നു. നമസ്കാരത്തിൽ, പ്രത്യേകിച്ച് ഫജ്ർ നമസ്കാരത്തിൽ വളരെ കൃത്യനിഷ്ഠയുള്ള ആളായിരുന്നു. ഖിദ്മത്തെ ഖൽക്ക് വളരെയധികം താല്പര്യവും ആവേശവും ഉണ്ടായിരുന്നു. റിപ്പോർട്ട് ഏതെങ്കിലും വിധത്തിൽ വൈകിയാൽ ഞാൻ ചോദിച്ചാൽ ഉടൻ മാപ്പ് ചോദിക്കുമായിരുന്നു. ചാരിറ്റി വർക്ക് ചെയ്യുമായിരുന്നു. അനഹമ്മദികൾ ഇദ്ദേഹത്തെ വളരെയധികം പ്രശംസിച്ചിരുന്നു. എല്ലാവരും എഴുതുന്നു, തബ്ലീഗിന് വലിയ ആവേശമായിരുന്നു. എപ്പോൾ അവസരം ലഭിച്ചാലും തബ്ലീഗ് ചെയ്യുമായിരുന്നു. ഹട്ട്ലെ പൂളിലെ മുഹമ്മദ് അലി സാഹിബ് പറയുന്നു, കഴിഞ്ഞ വർഷം ഡിസംബറിൽ അദ്ദേഹത്തിന് വഖഫെ അർസിയിൽ അയർലൻഡിൽ പോകാൻ തൗഫീക്ക് ലഭിച്ചു. അദ്ദേഹം റീജിയണൽ കായിദായിരുന്നു. ഞാൻ കായിദ് മജ്ലിസുമായിരുന്നു. എന്നാൽ അദ്ദേഹം എന്നെ സംഘത്തിന്റെ അമീറായി നിശ്ചയിച്ചു. മുഴുവൻ യാത്രയിലും ഒരിക്കലും തന്നെ കമാൽ സാഹിബ് വിനീതനെ ബഹുമാനിക്കുന്നതിലോ ആദരിക്കുന്നതിലോ അനുസരിക്കുന്നതിലോ കുറവരുത്തിയതായി തോന്നിയില്ല. തഹജ്ജുദ് നമസ്കാരത്തിന് പ്രത്യേകം തയ്യാറെടുപ്പ് നടത്തുമായിരുന്നു. ആവേശത്തോടും താല്പര്യത്തോടും തബ്ലീഗ് ചെയ്യുമായിരുന്നു. അയർലൻഡിലെ നമ്മുടെ മുബല്ലിഗായ ഇബ്രാഹിം നൂനൂൻ സാഹിബിനോട് ചോദിച്ചുമായിരുന്നു, ക്രിസ്ത്യാനികളുമായി ബന്ധപ്പെട്ടു നിൽക്കുന്നവരോട് എപ്രകാരമാണ് തബ്ലീഗ് ചെയ്യേണ്ടത്. പറയുന്നു, യാത്രക്കിടയിൽ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ഒരു ഖാദിം അദ്ദേഹത്തെ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഗ്രന്ഥം വായിക്കുന്നതിലേക്ക് ശ്രദ്ധിപ്പിച്ചു. പിന്നീട് പരീക്ഷയും നടത്തി. പറയുന്നു, യാത്രക്കിടയിൽ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ഒരു ഖാദിമിനെ അദ്ദേഹം ഹസ്രത്ത് മസീഹ് സ്വലാത്തു വസ്സലാമിന്റെ ഗ്രന്ഥം വായിക്കുന്നതിലേക്ക് ശ്രദ്ധിപ്പിച്ചു. പിന്നീട് പരീക്ഷയും നടത്തി. ഇതുപോലെ ഖുദ്ദാമുൽ അഹമ്മദിയയുടെയും മറ്റ് സേവകരും എല്ലാവരും ഇദ്ദേഹത്തെ പുകഴ്ത്തിക്കൊണ്ട് എഴുതുന്നു. ഹഡ്ഫീൽഡിലെ മുൻ സദർ പറയുന്നു, ഞാൻ ഇദ്ദേഹത്തെ കുട്ടിക്കാലം മുതൽ അറിയും. മറ്റു കുട്ടികളിൽ നിന്ന് വ്യത്യസ്തമായ പ്രകൃതമായിരുന്നു. കലഹിക്കുകയോ ബളം വെക്കുകയോ ചെയ്യാറുണ്ടായിരുന്നില്ല. ശാഠ്യ സ്വഭാവവും ആയിരുന്നില്ല. വലിയവരെ ബഹുമാനിക്കൽ ചെറുപ്പം മുതലുണ്ടായിരുന്നു. ജമാഅത്തി സേവനത്തിന് ഭ്രാന്തിനോടടുത്ത താല്പര്യമായിരുന്നു. അദ്ദേഹം യഥാർത്ഥ നിലയിൽ തന്റെ പ്രതിജ്ഞ നിറവേറ്റിയ ആളായിരുന്നു എന്ന് പറയുന്നത് ഒരിക്കലും തന്നെ അതിവർണ്ണനായിരിക്കുകയില്ല. ഒരു ദാഇൽ അല്ലാഹ് എന്ന നിലയിൽ വിജയിയായ മുബല്ലിഗായിരുന്നു. എവിടെയും അവസരം ലഭിച്ചാൽ തബ്ലീഗ് ചെയ്യുമായിരുന്നു. തങ്ങളുടെ ജോലിയിൽ വരുന്ന ആളുകൾക്ക് വളരെയധികം ജമാഅത്തിന്റെ സാഹിത്യങ്ങൾ നൽകിയിരുന്നു. ജമാഅത്തിന്റെ മിഷനിൽ വരാൻ ക്ഷണിക്കുമായിരുന്നു. ഇദ്ദേഹത്തിന്റെ ബന്ധം വലിയ വൃത്തത്തിലുണ്ടായിരുന്നു. എല്ലായിടത്തും ഇദ്ദേഹത്തിന്റെ സന്ദേശം എത്തുമായിരുന്നു. ഒരു ഖാദിം എഴുതുന്നു, മതപരമായ പ്രകൃതമുള്ള ആളായിരുന്നു. എല്ലായ്പ്പോഴും ദീനിനു വേണ്ടി തന്നെ തയ്യാറാക്കി വെക്കുമായിരുന്നു. മുന്നിൽ എന്നല്ല പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നതിൽ അദ്ദേഹത്തിന് കൂടുതൽ സന്തോഷമുണ്ടായിരുന്നു. അദ്ദേഹത്തെ ആരെങ്കിലും പുകഴ്ത്തണം എന്ന നീയത്തോടുകൂടി ഒരിക്കലും തന്നെ പ്രവർത്തിക്കാറുണ്ടായിരുന്നില്ല. അള്ളാഹുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് മറ്റുള്ളവരെ ഉപദേശിക്കുമായിരുന്നു. വിശുദ്ധ ഖുർആാനോടും ഹദീസിനോടും ഗാഢമായ ബന്ധമുണ്ടായിരുന്നു. വായനയ്ക്ക് വളരെയധികം താല്പര്യം കാണിച്ചിരുന്നു. ഹദ്റത്ത് മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഗ്രന്ഥം വളരെ ആവേശത്തോടുകൂടിയും താല്പര്യത്തോടുകൂടിയും വായിക്കുമായിരുന്നു. ഇംഗ്ലീഷിൽ ഏതെങ്കിലും ഒരു പുസ്തകം ലഭിച്ചാൽ ഉടൻ തന്നെ മറ്റുള്ളവരെയും ഇതിനെക്കുറിച്ച് അറിയിക്കും, പറഞ്ഞുകൊടുക്കും. ഇന്ന പുസ്തകത്തിന്റെ തർജ്ജമ ഇംഗ്ലീഷിൽ ലഭ്യമാണ്, അത് വായിക്കുക. ചുരുക്കത്തിൽ ഒരുപാട് മഹത്വത്തിനുടമയായിരുന്നു. അള്ളാഹു അദ്ദേഹത്തിന്റെ ദർജകൾ ഉയർത്തുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ വൃദ്ധരായ മാതാപിതാക്കൾക്കും സഹനവും ധൈര്യവും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇവരുടെ സമാധാനത്തിനും ശാന്തിക്കുമുള്ള സംവിധാനം ഒരുക്കുമാറാകട്ടെ. ഇദ്ദേഹത്തിന്റെ മറ്റു സഹോദരങ്ങളുമുണ്ട്. പ്രിയപ്പെട്ടവർ, ബന്ധുക്കൾ, ഇവർ എല്ലാവർക്കും അള്ളാഹു സഹനം നൽകുമാറാകട്ടെ.
രണ്ടാമത്തെ ജനാസ മുക്കറം മുഹമ്മദ് നഈം അവാൻ സാഹിബിന്റേതാണ്. അദ്ദേഹം മുഷ്താഖ് അവാൻ സാഹിബ് ജർമ്മനിയുടെ മകനായിരുന്നു. 36-ാമത്തെ വയസ്സിൽ അവിടെ ജർമ്മനിയിൽ റൈൻ നദിയിൽ മുങ്ങി മരിച്ചു. കൂടെ അദ്ദേഹത്തിന്റെ 12 വയസ്സുള്ള മകനും മുങ്ങി. രണ്ടുപേരുടെയും പിതാവിന്റെയും പുത്രന്റെയും മരണം സംഭവിച്ചു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നഈം സാഹിബ് ജൂലൈ 31-ാം തീയതി ഇപ്പോൾ ഇവിടെയാണ് താമസിക്കുന്നത്. അവിടെ ജർമ്മനിയിൽ തന്റെ ഭാര്യയെയും 3 കുട്ടികളോടും ഒപ്പം മാതാപിതാക്കളെ കാണാൻ പോയതായിരുന്നു. അവിടെ പിക്നിക് നടത്തിക്കൊണ്ടിരിക്കെ റൈൻ നദിയുടെ തീരത്ത് കുറഞ്ഞ വെള്ളത്തിൽ കുട്ടികളോടൊപ്പം കുളിക്കുകയായിരുന്നു. അതിലൂടെ 2 വലിയ ബോട്ടുകൾ കടന്നുപോയി. പെട്ടെന്ന് വെള്ളത്തിന്റെ വലിയ തിരമാലകൾ വന്നു. വലിയ തിരമാലകളുടെ ഉള്ളിൽ ഇദ്ദേഹത്തിന്റെ കുടുംബത്തിലെ 5 അംഗങ്ങൾ പെട്ടു. അവരെ വെള്ളത്തിലേക്ക് വലിച്ചു കൊണ്ടുപോയി. എന്നാൽ അവസരത്തിലുണ്ടായിരുന്ന ഒരു ജർമ്മൻകാരൻ പരിശ്രമിച്ചു 3 പേരെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. എന്നാൽ നഈം സാഹിബ് തന്റെ മകൻ മുങ്ങുന്നത് കണ്ടപ്പോൾ അവനെ രക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം എടുത്തുചാടി. ഞാൻ വിചാരിക്കുന്നത് മുമ്പ് തന്നെ വെള്ളത്തിലായിരുന്നു എന്നാണ്. അതുകൊണ്ട് മുന്നോട്ടു പോയി. എന്നാൽ 2 പേരും പിതാവും പുത്രനും വെള്ളത്തിന്റെ ശക്തമായ ഒഴുക്കിൽ ഒലിച്ചുപോയി. അടുത്ത ദിവസം അദ്ദേഹത്തിന്റെ മകന്റെ ശവശരീരം ലഭിച്ചു. അദ്ദേഹത്തിന്റെ ശവശരീരം അന്ന് രാത്രി കിട്ടിയിരുന്നു. മകന്റേത് അടുത്ത ദിവസമാണ് കിട്ടിയത്. മർഹൂം മൗലവി മുഹമ്മദ് ഇസ്ഹാഖ് സാഹിബ് ഓഫ് കസൂർ സഹാബി ഹസ്രത്ത് മസീഹ് മൗദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പൗത്രിയുടെ പുത്രനും മുക്കറം മുബാറക് അലി സാഹിബ് ഷഹീദ് ലാഹോറിന്റെ സഹോദരപുത്രനുമായിരുന്നു. ജർമ്മനിയിലെ ജമാഅത്ത് സിംഗിൾ ഖായിദ് മജ്ലിസായി സേവനത്തിനുള്ള തൗഫീഖ് ലഭിച്ചു. ബൈത്തുൽ ഹംദ് പള്ളിയുടെ നിർമ്മാണത്തിൽ വക്കാറെ അമലിൽ അസാധാരണമായ വിധം സമയം നൽകി. 2005-ൽ തന്റെ കുടുംബത്തോടൊപ്പം UK-യിൽ വന്നു. ഇവിടെയും അദ്ദേഹം ഹദീസ് ഖുദ്ദാമുൽ അഹമ്മദിയായുടെ കർമ്മനിരതനായ പ്രവർത്തകനായിരുന്നു. സ്ഥിരമായി പള്ളിയിൽ നമസ്കാരത്തിന് വേണ്ടി വരിക, സെക്യൂരിറ്റിയുടെ ഡ്യൂട്ടി നൽകുക, ഇതുകൂടാതെ വക്കാറെ അമൽ പൂർണ്ണമായും ഭാഗവാക്കാവുക. ഇദ്ദേഹത്തിന് 2012-ൽ ഉംറ ചെയ്യാനുള്ള ഭാഗ്യവും ലഭിച്ചു. വളരെ നല്ല സ്വഭാവമുള്ള, നല്ല നിലയിൽ ഇടപഴകുന്ന വ്യക്തിയായിരുന്നു. ദുഃഖിതരിൽ ഭാര്യയെ കൂടാതെ 2 പെൺകുട്ടികൾ അസീസ റാസിയ അവാൻ 10 വയസ്സ്, അസീസ നത്താഷ അവാൻ 14 വയസ്സ് ഉണ്ട്. മാതാപിതാക്കളും 3 ചെറിയ സഹോദരങ്ങളും സഹോദരിയും ഉണ്ട്. ആദ്യത്തെ ജനാസയെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. കമാൽ ആഫ്താബ് സാഹിബിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ സഹോദരൻ ഫാറൂഖ് ആഫ്താബ് സാഹിബ് ഖുദ്ദാമുൽ അഹമ്മദിയയുടെ മെമ്പറാണ് പറയുന്നു. നഈം അവാൻ സാഹിബിനെ ഞാൻ കുറെ വർഷമായി അറിയുമായിരുന്നു. വളരെ സൽസ്വഭാവക്കാരനും നന്മ നിറഞ്ഞവനും മറ്റുള്ളവരെ സഹായിക്കുന്ന വ്യക്തിയുമായിരുന്നു. കുറച്ചുകാലം വരെ അദ്ദേഹത്തിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹം ആരോടും അതിനെക്കുറിച്ച് പറഞ്ഞില്ല, ഒരു സഹായവും ചോദിച്ചില്ല. ഈ വിധത്തിൽ ഒരു മാതൃകയായിരുന്നു. ലണ്ടൻ മസ്ജിദ് ഫസലിന്റെ കായിദ് ഹൽക്ക പറയുന്നു, മറ്റുള്ളവരെ വളരെ മുൻകടന്ന് സഹായിക്കുമായിരുന്നു. എന്നാൽ മറ്റുള്ളവർക്ക് ഒരു ഭാരമായി തീരുന്നത് ഇഷ്ടപ്പെട്ടിരുന്നില്ല. ആരോടും ബുദ്ധിമുട്ടുകൾ പറയുമായിരുന്നില്ല. ഇതുപോലെ ജർമ്മനിയിലെ സദർ, ഹാംബർഗിലെ സദർ ജമാഅത്ത് പറയുന്നു, നമ്മുടെ ജമാഅത്തിൽ ഓഗസ്റ്റ് 3-ാം തീയതി ജർമ്മൻ സഹോദരങ്ങളുമായി ഒരു തബ്ലീഗി സിറ്റിംഗ് നടക്കേണ്ടതുണ്ടായിരുന്നു. ഞാൻ നമസ്കാര സെന്ററിന്റെ പ്രവർത്തികൾ പരിശോധിക്കുന്നതിന് വേണ്ടി എത്തിയപ്പോൾ അവിടെ നഈം സാഹിബ്, അദ്ദേഹം അവിടെ തന്റെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും കാണാൻ വേണ്ടി വന്നതായിരുന്നു. അദ്ദേഹത്തെയും ജോലി ചെയ്യുന്നതായി കണ്ടു. എനിക്ക് അദ്ദേഹത്തെ കണ്ടപ്പോൾ വലിയ സന്തോഷം തോന്നി. ഞാൻ ചോദിച്ചു, താങ്കൾ എങ്ങനെയാണ് ഇവിടെ വന്നത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്റെ സഹോദരനോടൊപ്പം വന്നതാണ്. ഞാനും ഈ സേവനത്തിൽ ഭാഗവാക്കാകുന്നതിന് വേണ്ടി, ഈ തബ്ലീഗി സിറ്റിംഗിൽ എന്റെ പങ്കും അല്പം ഉണ്ടാകുന്നതിന് വേണ്ടി എല്ലാ ജൽസകളിലും വളരെ ആവേശത്തോടുകൂടി പങ്കെടുക്കുമായിരുന്നു. ഇദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് എഴുതുന്നു, ജൽസയ്ക്ക് ഏകദേശം 1 മാസം മുമ്പ് അവധിയെടുത്ത് മുഴുവൻ മാസവും ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെ ഹദീഖത്തുൽ മഹദിയിൽ വക്കാറമൽ ചെയ്യാറുണ്ടായിരുന്നു. വളരെ പരിശ്രമത്തോടും സത്യസന്ധതയോടും ജോലി ചെയ്യുമായിരുന്നു. വലിയ ആരോഗ്യമുള്ള ആളായിരുന്നു. കഠിനാധ്വാനത്തോടുകൂടി ജോലി ചെയ്യുമായിരുന്നു. വലിയ ഭാരമുള്ള ജോലിക്ക് തന്നെ സ്വയം സമർപ്പിക്കുമായിരുന്നു. അള്ളാഹു ഇദ്ദേഹത്തിന്റെ സ്ഥാനം ഉയർത്തുമാറാകട്ടെ. ഇദ്ദേഹത്തിന്റെ സന്തപ്ത കുടുംബത്തിനും സഹനവും ധൈര്യവും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇദ്ദേഹത്തിന്റെ പെൺകുട്ടികളുടെ സ്വയം അള്ളാഹു മേൽനോട്ടക്കാരനായി തീരുമാറാകട്ടെ. الحمد لله
الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.